നമസ്കാരം. ഓണവിഭവങ്ങളിലെ ഒരു പ്രധാന സൈഡ് ഡിഷായ കൂട്ടുകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഏത്തക്കയും ചേനയും കടലയും ഒക്കെ ഉപയോഗിച്ചാണ് ഈ കറി നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ രസമുള്ള ഒരു കറിയാണിത്. ഇത് കടല നമ്മളൊരു 5 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് കായും അതുപോലെ ചേനയും ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ വേവിക്കുന്നത്. സ്വല്പം മധുരത്തിലുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: ചേന നല്ലവണ്ണം കഴുകി അരിഞ്ഞെടുത്തത്, ഏത്തക്കായ, അതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല, ബംഗാൾ ഗ്രാമാണ്, തേങ്ങ, ശർക്കരപ്പാനി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, കടുക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങളാണ് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നല്ലൊരു പ്രഷർ കുക്കർ കഴുകി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ഓവർനൈറ്റ് കുതിർത്ത് വെച്ച കടല, ബംഗാൾ ഗ്രാമാണ് ഇടുന്നത്. അതിന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കടലയുടെ മുകളിൽ വെള്ളം നിൽക്കണം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി ഇതിലേക്ക് ഇടണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വേവിക്കാൻ. ഉപ്പിട്ടില്ലെങ്കിൽ കടലയ്ക്ക് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. 3-4 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും കടല വെന്ത് കിട്ടും. നാല് വിസിൽ കേട്ടു. അപ്പോഴത്തേക്ക് കടല നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായും ചേനയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും ഇടാം. ഇപ്പോൾ ഇതിന് ഉപ്പ് പോരാതെ വരും. നേരത്തെ കടലയ്ക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ ശർക്കര പാനിയാക്കിയത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. ചെറിയൊരു മധുരത്തോടു കൂടിയ ഒരു കറിയാണിത്. കുരുമുളക് പൊടി 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. മുന്നിൽ നിൽക്കുന്നത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. ഒരു 2 വിസിലടിക്കുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. നമുക്ക് ആ സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ 1/3 ഭാഗം എടുത്ത് കുറച്ച് ജീരകവും കൂട്ടി ചതച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. കുക്കർ നമുക്ക് ഓഫ് ചെയ്യാതെ വെന്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക്, ഉള്ളി, വറ്റൽമുളക്, ഒരു പിഞ്ച് ജീരകം. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്, ആ ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് താളിക്കാം. അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ബാക്കി 1/2 ഭാഗം തേങ്ങയും ഇട്ട് വറുത്ത് തീയലിനൊക്കെ എടുക്കുന്ന പോലെ വറുത്തെടുക്കണം. അതിലും കുറച്ചുകൂടി ബ്രൗൺ ആയാലും കുഴപ്പമില്ല. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ബ്രൗൺ ആയി വരുന്നുണ്ട്. ക്യാമറയിൽ കണ്ടിട്ട് അത്ര കളറ് പോരാ,
ശരിക്കും ഇതായിട്ടുണ്ട്. പിന്നെ പാനിൽ ഇടുന്നത് കുറച്ചുകൂടി കളറായിക്കോളും. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുക്കറിൽ നിന്നുള്ള കടലയും ചേനയും കായും കൂടി വേവിച്ചത് അതിലേക്ക് കുടഞ്ഞിടാം. എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല ഈ കറിക്ക്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇടാനുള്ളതാണ്. അതിനനുസരിച്ചുള്ള വെള്ളം വേണം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഇട്ട് കൊടുത്ത് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി ഒരു 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കൂട്ടുകറി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇത് വെറുതെ തിന്നാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി. കമൻസൊക്കെ അറിയിക്കണം. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഓണ വിഭവങ്ങളുമായിട്ട് കാണാം.